സഹകരണ വകുപ്പിൽ 700 കോടി രൂപയുടെ സോഫ്റ്റ്വെയർ അഴിമതി നടന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തെ അടിമുടി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോപണത്തിൽ യാതൊരുവിധ വസ്തുതയുമില്ലെന്നും എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായും സുതാര്യമായാണ് നടന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വസ്തുതകൾ പരിശോധിക്കാതെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല നുണ പറയാൻ മറ്റുള്ളവരുമായി മത്സരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. സർക്കാരിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളെയും വിവാദത്തിലാക്കി ജനശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയാൻ നിന്നാൽ അവരുടെ അജണ്ട നടപ്പാക്കലാകും ഫലം. ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച LDFനെ പ്രതിരോധത്തിലാക്കുകയാണ് ലക്ഷ്യം. നാടിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തടയാനുള്ള കുതന്ത്രമാണിത്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത സ്വഭാവമാണ് ചെന്നിത്തലയുടേത്. വെറും ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മുൻപ് ഹൈക്കോടതി പോലും ചോദിച്ചിട്ടുള്ളതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ ശാക്തീകരണത്തിനായുള്ള പദ്ധതിയുടെ വിശദാംശങ്ങളും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കേരളത്തിലെ 4415 സഹകരണ സ്ഥാപനങ്ങൾക്കായി ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി 2021 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 206 കോടി രൂപയ്ക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകിയിരുന്നു. എന്നാൽ 2024 ഒക്ടോബറിൽ കമ്പനി ഏകപക്ഷീയമായി പദ്ധതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. TCS പിന്മാറിയതിനെ തുടർന്ന് പദ്ധതി മുടങ്ങാതിരിക്കാൻ സർക്കാർ ബദൽ നടപടികൾ സ്വീകരിച്ചു. 2025 മാർച്ചിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം പുതിയ ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഹൈ ലെവൽ കമ്മിറ്റിയുടെ വിശദമായ പരിശോധനകൾക്കും നിയമവകുപ്പിന്റെ കർശനമായ അനുമതിക്കും ശേഷമാണ് ടെക്നിക്കൽ ഫിനാൻഷ്യൽ ബിഡുകൾ വിലയിരുത്തിയത്. ഈ നടപടികളെല്ലാം നിയമപരമായാണ് പൂർത്തിയാക്കിയതെന്നും ഹൈക്കോടതി പോലും ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പുതിയ പദ്ധതിയുടെ പ്രത്യേകതകളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഈ സോഫ്റ്റ്വെയറിലെ വിവരങ്ങളും അതിന്റെ സോഴ്സ് കോഡും പൂർണ്ണമായും സർക്കാരിന്റെ ഉടമസ്ഥതയിൽ തന്നെ നിലനിൽക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന മേന്മ. സ്വകാര്യ കമ്പനികൾക്ക് വിവരങ്ങൾ ചോർത്താൻ സാധിക്കാത്ത വിധം സുരക്ഷിതമായാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത്രയും വ്യക്തമായ നടപടികൾ നിലനിൽക്കുമ്പോഴാണ് 700 കോടിയുടെ അഴിമതി എന്ന അടിസ്ഥാനരഹിതമായ കണക്ക് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. LDFും SDPIയും തമ്മിൽ ധാരണയുണ്ടെന്ന ചെന്നിത്തലയുടെ ആരോപണത്തോട് മുഖ്യമന്ത്രി രൂക്ഷമായാണ് പ്രതികരിച്ചത്. UDF നേതാക്കൾ നുണകൾ പ്രചരിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഇതിൽ തനിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പഴയകാലത്ത് ഉന്നയിച്ച ബിരിയാണി ചെമ്പ, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ ആരോപണങ്ങൾ ജനം മുഖവിലേക്ക് എടുത്തില്ലെന്ന് തെളിഞ്ഞതാണ്. ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ കൊണ്ട് LDFനെ തളർത്താമെന്ന് ആരും മോഹിക്കേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ നിത്യജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും അതിന്റെ പ്രതിഫലനമാണ് LDFന് ലഭിച്ച തുടർഭരണമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ പ്രതിപക്ഷത്തെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വികസന ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടി അഴിമതി ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് അവർ രംഗത്തെത്തുന്നത്. കോൺഗ്രസിനും BJPക്കും ഒരേ സാമ്പത്തിക നയമാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക എന്ന നയമാണ് ഈ രണ്ട് പാർട്ടികളും പിന്തുടരുന്നത്. എന്നാൽ LDF എന്നും സാധാരണക്കാരുടെ പക്ഷത്താണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാൻ നോക്കുന്ന പ്രതിപക്ഷത്തിന് ജനങ്ങൾ തന്നെ മറുപടി നൽകും, മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചും മറ്റും വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സഹകരണ സ്ഥാപനങ്ങളെ ആധുനികവൽക്കരിക്കാനുള്ള നീക്കം അഴിമതിയായി ചിത്രീകരിക്കുന്നത് ഈ മേഖലയിലെ വിശ്വസ്തത തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഏത് അന്വേഷണത്തെയും നേരിടാൻ സർക്കാർ സന്നദ്ധമാണെന്നും എന്നാൽ വ്യാജ ആരോപണങ്ങളെ അവജ്ഞതയോടെ തള്ളുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിടുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്.